മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടില് ഓൺലൈൻ ക്ലാസ് ഒക്കെ എല്ലാവരുടെയും എങ്ങനെ പോകുന്നു? എല്ലാവരും നന്നായിട്ട് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ, മിടുക്കന്മാരാണ് കേട്ടോ. നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എഴുന്നേറ്റ് നിന്ന് ഈശോയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. സ്നേഹപിതാവായ ദൈവമേ, നല്ല ഒരു ദിനം കൂടി തന്നനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ സാർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു അല്ലേ? എന്തൊക്കെയായിരുന്നു സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത്? ദൈവകൽപ്പനയെ കുറിച്ചായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ദൈവകൽപ്പനയിലെ 4ാമത്തെ പ്രമാണം, അതായത് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പനയായിരുന്നു നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരുന്നത്. എങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആകെ എത്ര കൽപ്പനയായിരുന്നു മോശ വഴി ദൈവം നമുക്ക് തന്നത്? ആർക്കൊക്കെ അറിയാം? എല്ലാവർക്കും അറിയാം അല്ലേ? 10 കൽപ്പനയായിരുന്നു ദൈവം നമുക്ക് മോശ വഴി തന്നത്. എന്തൊക്കെയായിരുന്നു ആ 4 കൽപ്പനകൾ? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഒന്നാമത്തേത്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ടാമത്തേതോ, ദൈവത്തിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. മൂന്നാമത്തേത് എന്തായിരുന്നു? കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നാലാമത്തേതോ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഏതായിരുന്നു? മാതാപിതാക്കളെ ബഹുമാനിക്കണം. എല്ലാവർക്കും അറിയാം കേട്ടോ, മിടുക്കന്മാരാണ്. കാര്യങ്ങളുടെ ടീച്ചർ ചോദിക്കട്ടെ, സാർ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് തന്നിരുന്ന വർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിരുന്നോ? എന്തായിരുന്നു അത്? കുടുംബത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവത്തെ കുറിച്ചിട്ട് എഴുതി അയച്ചു കൊടുക്കാനായിരുന്നു സാർ പറഞ്ഞിരുന്നത് അല്ലേ? എല്ലാരും അയച്ചു കൊടുത്തോ? അയച്ചു കൊടുത്തല്ലേ, മിടുക്കന്മാരാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദൈവകൽപ്പനയിലെ 5ാമത്തെ പ്രമാണം. അതേതായിരുന്നു? ആർക്കൊക്കെ അറിയാം 5ാമത്തെ പ്രമാണത്തെ കുറിച്ച്? ഏതാണ്? കൊല്ലരുത്. എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ നമ്മള് ജീവന്റെ വിലയെ കുറിച്ചാണ് ഈ പാഠത്തില് ഉടനീളം പഠിക്കാൻ പോകുന്നത്. ഈ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ദൈനംദിന ജീവിതത്തില് ഇതുപോലുള്ള പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ടല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ജീവന്റെ വിലയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ വരുമ്പോഴാണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഈ പാഠത്തിലുടനീളം നമ്മള് ജീവന്റെ വിലയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണല്ലേ നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചോദ്യമാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നുള്ള 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് എങ്ങനെയാണ്? ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ജീവൻ അത്രയും വിലപ്പെട്ടതാണ് അല്ലേ? ഇതുപോലെ തന്നെ നമുക്ക് ബൈബിളില് പല സംഭവങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് കായന്റെയും ആബേലിന്റെയും കഥ. ആരാണ് കായനും ആബേലും? നിങ്ങൾക്ക് അറിയുമോ? ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരായ ആദത്തിന്റെയും ഹവ്വയുടെയും പുത്രന്മാരായിരുന്നു അല്ലേ കായനും ആബേലും. ആബേൽ ആരായിരുന്നു? ആബേൽ ഒരു ആട്ടിടയനായിരുന്നു അല്ലേ? കായനോ? കായനൊരു കൃഷിക്കാരനായിരുന്നു. നമുക്കറിയാം അല്ലേ? ഒരിക്കല് കായൻ തന്റെ വിളവിൽ ഒരു ഭാഗം ദൈവത്തിന് കാഴ്ചവെച്ചു. ആബേലാകട്ടെ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗം ദൈവത്തിന് കാഴ്ചവെച്ചു. ആരുടെ കാഴ്ചവസ്തുക്കളാണ് ദൈവം പ്രസാദിച്ചത്? ആരുടെ ആയിരുന്നു? എല്ലാ മക്കൾക്കും അറിയാം അല്ലേ? ആരുടെ ആയിരുന്നു? ആബേലിന്റെ. പിന്നീട് എന്താണ് സംഭവിച്ചത്? തന്റെ സഹോദരനായ ആബേലിന്റെ ജീവൻ എടുത്തത് മൂലം കായനെ ദൈവം ശപിച്ചു അല്ലേ? എന്തുകൊണ്ടായിരിക്കും ദൈവം കായനെ ശപിച്ചത്? എന്തുകൊണ്ടായിരിക്കും ദൈവം കായനെ ശപിച്ചത്? ജീവൻ തന്നത്
ദൈവമാണല്ലേ. നമുക്ക് ഓരോരുത്തർക്കും എന്താണ്, നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണല്ലേ. നമ്മുടെ ജീവൻ മാത്രമാണോ നമ്മൾ സംരക്ഷിക്കേണ്ടത്? അല്ലല്ലേ, മറ്റുള്ളവരുടെ ജീവനും കൂടെ സംരക്ഷിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ജീവന്റെ ഉടയവൻ ആരാണ്? ദൈവമാണല്ലേ. ജീവന്റെ ഉടയവൻ ദൈവമാണ്. ദൈവത്തിന് മാത്രമേ ജീവന്റെ മേൽ അധികാരമുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ജീവന്റെ മേൽ അധികാരമുള്ളത് ആർക്കാണ്? നമ്മളിപ്പോ പറഞ്ഞു എന്താണ്, ജീവന്റെ ഉടയവൻ ദൈവമാണ്. ദൈവത്തിന് മാത്രമേ ജീവന്റെ മേൽ അധികാരമുള്ളൂ. ഉൽപ്പത്തി 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. ഇതുപോലെ മറ്റൊരു സുവിശേഷത്തിൽ നമ്മൾ 5-ാം കൽപ്പനയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതേതാണെന്ന് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യത്തില് പറയുന്നുണ്ട്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനോ നരകാഗ്നിക്ക് ഇരയാകും. എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരോട് മോശമായി പെരുമാറുമ്പോൾ അത് 5-ാം കൽപ്പനയുടെ ലംഘനമായി തീരുന്നത്? എങ്ങനെയൊക്കെയാണ്? ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ 5-ാം കൽപ്പന ലംഘിക്കുന്നു അല്ലേ? എങ്ങനെയെല്ലാമാണ് നാം മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ്? ഉദാഹരണം, നമ്മൾ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങള് അനുസരിക്കാതിരിക്കുമ്പോൾ, അവരെ വിഷമിപ്പിക്കുമ്പോൾ. പിന്നെ എങ്ങനെയാണ്? സഹോദരങ്ങളോടും കൂട്ടുകാരോടും വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ അവരെ നമ്മളെ വേദനിപ്പിക്കാറുണ്ടല്ലേ? അങ്ങനെ വേദനിപ്പിക്കുമ്പോൾ ഈ 5-ാം പ്രമാണം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? എന്തൊക്കെയായിരുന്നു? ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് 5-ാമത്തെ കൽപ്പനയായ കൊല്ലരുത് എന്നുള്ള പ്രമാണത്തെ കുറിച്ചായിരുന്നു അല്ലേ? പിന്നീട് എന്താണ് നമ്മൾ പഠിച്ചത്? ജീവന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിച്ചു. പിന്നീട് നമ്മൾ എന്ത് പഠിച്ചു? കായന്റെയും ആബേലിന്റെയും ജീവിത കഥയെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ദൈവം അവരെ ശപിച്ച കാര്യങ്ങളും നമ്മൾ പഠിച്ചു. പിന്നീട് എന്തായിരുന്നു? ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലൂടെ 5-ാം പ്രമാണം എങ്ങനെ ലംഘിക്കുന്നു എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തന്നാലോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി ചെയ്താലോ? 1-ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇപ്പൊ നമ്മള് 2 ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു അത്? എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? അതായിരുന്നു 1-ാമത്തെ ചോദ്യം. 2-ാമത്തെ ചോദ്യം എന്തായിരുന്നു? ആർക്കാണ് ജീവന്റെ മേല് അധികാരമുള്ളത്? ആ 2 ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങളുടെ 1-ാമത്തെ ആക്ടിവിറ്റി. 2-ാമത്തെ ആക്ടിവിറ്റി ഒരെണ്ണം കൂടി ഉണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്? മനസ്സിലായോ മക്കൾക്ക്? ഈ 2 ആക്ടിവിറ്റിയാണ് നിങ്ങൾ അടുത്ത ആഴ്ച ചെയ്ത് സാറിന് അയച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടിച്ച് നമുക്ക് ഈശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മോശമായി പെരുമാറിയത് വഴി സംഭവിച്ച 5-ാം പ്രമാണ ലംഘനങ്ങളെ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ.